പിന്നെ എനിക്കൊരു സത്യം അറിയാം, രചന ഇതുവരെ പറഞ്ഞില്ല. രചനയുടെ ഒരു ബ്രദർ ഉണ്ട്. ആ ബ്രദറിന്റെ പേരറിയോ നിങ്ങൾക്കൊക്കെ? പക്ഷെ എനിക്കറിയാം. രചന പേര് പറയൂ, കുട്ടി പേര് പറയൂ. രജനീകാന്ത്. രജനീകാന്ത് അല്ല, ഇത് എന്റെ അമ്മാവൻ ഭയങ്കര രജനീകാന്ത് ഫാനായിരുന്നു. അങ്ങനെയാണ് ഏട്ടന് ആ പേര് വന്നത്. ഭാഗ്യം. വേറെ ആരും fan ആവാത്തത്. എനിക്ക് രചന എന്നുള്ള പേര് മാറിയത്. അതെ, അങ്ങനെ അമ്മാവനായിട്ട് ഇട്ട പേരാണ്. പക്ഷെ ഇതൊക്കെ രണ്ടുപേർക്കും അദ്ദേഹമാണോ? അല്ല, എനിക്ക് എന്റെ പേര് സജസ്റ്റ് ചെയ്തത് എന്റെ ഒരു കസിൻ, ഒരു ചേച്ചി ഉണ്ടായിരുന്നു, അച്ഛന്റെ ഒരു കസിൻ. ആ ചേച്ചിയാണ് എന്റെ പേര് സജസ്റ്റ് ചെയ്തത്. പക്ഷെ ഏട്ടന് ഈ പേരിടുമ്പോഴേ ആദ്യം കുഞ്ഞുനാളിലൊന്നും ഓക്കെ ഒന്നും നമുക്ക് അറിവില്ലാന്ന് വിചാരിക്കാം. പക്ഷെ നമുക്കൊരു അറിവ് വെച്ചു ചമ്മലായിരുന്നു. ആണല്ലേ? ആദ്യം കുറച്ച് ചമ്മലൊക്കെ ആയിരുന്നു. ആരെങ്കിലും കളിയാക്കി? ആ ഏട്ടനെ കുറെ പേര് കളിയൊക്കെയാണ്. അപ്പൊ ഏട്ടനെ വീട്ടിൽ വിളിക്കുന്നത് രഞ്ജു എന്നാ. അപ്പൊ ഏട്ടനെ ആര് പേര് വെച്ചാലും രഞ്ജു അങ്ങനെ പറയില്ല. പക്ഷെ നൗ ഹീസ് ലൈക്ക് ഹീസ് പ്രൗഡ് അബൌട്ട് ദാറ്റ്. പിന്നെ 2 മക്കളുണ്ട്. അപ്പൊ 2 പേരുടെയും വാല് മേധാ രജനീകാന്ത്, ഹരിശങ്കർ രജനീകാന്ത് എന്നാണ്. അപ്പൊ അവള് പറയും, മോള് പറയും, എല്ലാരും എന്നെ രജനീകാന്തിന്റെ മോളെ, രജനീകാന്തിന്റെ മോളെ എന്നാ വിളിക്കണേ. അത് പ്രൗഡ് അല്ലേ? പെട്ടെന്ന് നോക്കുമ്പോ ഞാൻ രജനീകാന്തിന്റെ മോൾ. സത്യമാണ്, ഞാൻ രജനീകാന്തിന്റെ മോളാണ്. ഡീറ്റെയിലിൽ പോണ്ടല്ലോ. അതെ, പക്ഷെ നല്ല രസമുണ്ട്. എന്തായാലും ഐ എം സോ ഹാപ്പി. എന്ന് വെച്ചാൽ ഫസ്റ്റ് സീസണിൽ എന്തായാലും വരാൻ പറ്റിയില്ല, സെക്കൻഡ് സീസണിൽ വന്നു. പക്ഷെ അത് വന്ന ദിവസം ഭയങ്കര സ്പെഷ്യൽ, നമ്മുടെ അമ്മയുടെ ബർത്ത്ഡേ. നമുക്ക് ഇത്രയും സന്തോഷിച്ച് ഇത്രയും വർത്താനം പറയാൻ പറ്റി. ഐ എം സോ ഹാപ്പി ആൻഡ് സെയിം ഹിയർ. ഐ എം സോ താങ്ക്ഫുൾ ടു യു ചേച്ചി. കാരണം ഞാനൊക്കെ ഇങ്ങനെ ചെറുപ്പത്തിൽ ഇങ്ങനെ സിനിമ കണ്ട് 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 ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാണ് പുതിയ ഒരാള് വരുന്നത്. അതാ ഓ മൈ ഗോഡ്, എന്തൊരു ക്യൂട്ടായിട്ടാണ്. ഞാൻ 2 വയസ്സിന് മൂത്തുള്ളൂ. ഉണ്ടല്ല, 5 വയസ്സിന് ചെറുപ്പത്തിലതൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ചേച്ചിയുടെ കല്യാണം കഴിയുന്നത്. ഇതൊക്കെ കറക്റ്റായിട്ട് ഓർമ്മ വെച്ചിട്ടുണ്ടല്ലേ? എന്റെ വീട്ടിൽ ഇനി ഇല്ലാത്ത സിനിമാ നടന്മാരുടെയും നടിമാരുടെയും പോസ്റ്റേഴ്സ് ഉണ്ടായിരുന്നില്ല. ഭയങ്കര ഇഷ്ടമായിരുന്നു സിനിമ കാണാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരു ഡയറക്ടറൊക്കെ ആവണമെന്നായിരുന്നു എനിക്ക് ആഗ്രഹം. അതിപ്പോഴും ഉണ്ട്, അത് നടക്കും. നമ്മള് നടത്തൂലേ? അമ്മ നടത്തി തരൂലേ? ഡെഫിനറ്റ്ലി. അമ്മ അനുഗ്രഹിച്ചാ എന്താ നടക്കാത്തെ? അത് ഗുരുസ്ഥാനായാലും അമ്മയായാലും തീർച്ചയായിട്ടും. അമ്മ മക്കളെ അനുഗ്രഹിക്കുന്ന പോലെ ആരനുഗ്രഹിക്കില്ല? അച്ഛനും അമ്മയും ഗുരുവുമാണ് ഏറ്റവും സിൻസിയർ ആയിട്ട് തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുക. വേറെ ആരും ചെയ്യില്ല. തീർച്ചയായിട്ടും. താങ്ക് യു ഫോർ ദ ഹാപ്പിനെസ് ഷെയർഡ് ആൻഡ് ഐ ലവ് യു സോ മച്ച്. പേര് പറഞ്ഞേ, പുട്ട പേര്, പുട്ട് നെയിം. അതൊരു പ്രശ്നമാണ് ചേച്ചി. ആലോചിച്ച് വാട്സ്ആപ്പ് ചെയ്താൽ മതിയോ? പോന്നതിന് മുമ്പ് ഇട്ടേച്ചു പോവാന്ന് വലിയ കാര്യത്തിൽ പറ. സാരമില്ലടാ, ഇറ്റ്സ് ഓക്കെ, കുഴപ്പമൊന്നും. പേരൊന്നും കിട്ടുന്നില്ല. ഇറ്റ്സ് ഓക്കെ. എനിവേ നല്ല ഭക്ഷണമെന്ന് പറഞ്ഞു കുഞ്ഞ്. അതുകൊണ്ട് ധൈര്യമായിട്ടെല്ലാം എന്റെ പ്രേക്ഷകരും ഉണ്ടാക്കണം.